അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫellahmyworld. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്കൊരു അടിപൊളി ഡെസേർട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ്. ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, നല്ല അടിപൊളി മധുരം തന്നെ ഉണ്ട്. നമുക്ക് വേണ്ടത് 1 കപ്പ് ചവ്വരിയാണ്. ഇതൊരു 90% വേവിച്ച ചവ്വരിയാണ്. ഇനി 10% ഈ ഒരു പാലിൽ കിടന്നിട്ട് വേണം ഇത് വേവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. 250 ml കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി അടുത്തത് വേണ്ടത് പൈനാപ്പിൾ സ്ലൈസസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ടിൻഡ് പൈനാപ്പിളാണ് മേടിച്ചത്. ഇപ്പം നിങ്ങളിൽ ടിൻഡ് പൈനാപ്പിൾസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ പൈനാപ്പിൾ യൂസ് ചെയ്യുക. യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. പൈനാപ്പിൾസ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒരു പാനിലിട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഷുഗർ സിറപ്പിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഡയറക്റ്റ്ലി പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പാല് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഷുഗറും പൈനാപ്പിളൊക്കെ നന്നായിട്ട് കോട്ടായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തത് കുറച്ച് ആൽമണ്ട്സ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പാൽ മിക്സ് റെഡി ആയിട്ടുണ്ട്. പാലും ചവ്വരി മിൽക്ക് മെയ്ഡൊക്കെ കൂടിയിട്ടുള്ളത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ആഡ് ചെയ്യാം. നിങ്ങളിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആൽമണ്ട്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി. അപ്പോൾ ഇതേ നമ്മളുടെ ഈസി ആയിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ആ ചവ്വരിയുടെയും അതുപോലെ തന്നെ ആ പൈനാപ്പിളിൻ്റെ ടേസ്റ്റൊക്കെ ഒരു റിച്ച് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.